എല്ലാവർക്കും നമസ്കാരമുണ്ട്. ദീപാസ് രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാസ്തയുടെ റെസിപ്പിയാണ്. നമ്മുടെ മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്രീമി പാസ്തയാണ്. അതിന് ആദ്യം തന്നെ ഞാൻ 1.5 ലിറ്റർ വെള്ളം വെച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ, ഉപ്പ് ഇട്ടിട്ട്. അപ്പോൾ 400 ഗ്രാം പാസ്തയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പല ഷേപ്പിലുള്ള പല വേവായിരിക്കും ഓരോ പാസ്തയ്ക്കും. പല ഷേപ്പിലുള്ള കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് എടുത്തിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ പാസ്ത ഇപ്പോൾ എനിക്ക് 20 മിനിറ്റ് ആണ് വേവാൻ വേണ്ടി വന്നത്. കണ്ടല്ലോ, പാസ്ത അങ്ങോട്ടിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വേവട്ടെ. ഉപ്പിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനേ. അതല്ലേ, ഇപ്പോൾ എൻ്റെ പാസ്ത 20 മിനിറ്റ് കൊണ്ട് വെന്ത് വന്നു. പാസ്ത നമ്മൾ കോരിയെടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം നമുക്ക് ബാലൻസ് വരും. അത് കളയെല്ലാം ഊറ്റിയെടുത്ത് വെച്ചേക്കണേ. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത്. വെളിച്ചെണ്ണ ഒന്നും ആരും യൂസ് ചെയ്യില്ലേ. അതിന് ശേഷം കണ്ടല്ലോ, 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും കണ്ടല്ലോ, ക്യൂബായിട്ട് കട്ട് ചെയ്ത് നല്ലതായിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാവേ. വഴറ്റി കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണേ. കാരണം നമ്മുടെ പാസ്തയൊക്കെ ഉപ്പിട്ട് വേവിച്ചത് അതിനനുസരിച്ചുള്ള ഉപ്പേ ചേർക്കാവും. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം കണ്ടല്ലോ, ഇതുപോണക്ക് വഴറ്റി എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണേ. കണ്ടോ, 400 ഗ്രാം പാസ്തയ്ക്ക് 400 ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിട്ടിരിക്കുന്നത്. അതും ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, അര ടീസ്പൂണോളം കുരുമുളക് പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് പുരട്ടി വെക്കണം. അരമണിക്കൂറോളം പുരട്ടി വെച്ചാൽ നല്ലതാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. കണ്ടല്ലോ, ഇത് പുരട്ടി മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാസ്തയൊക്കെ ഇട്ടാൽ മതി. പാസ്ത അന്നേരത്തിന് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ആ സവാളയൊക്കെ മൂത്തെടുത്ത പാനിലേക്ക് തന്നെ നമ്മൾ ഒരു ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമ്മുടെ ചിക്കനെ നമ്മൾ നന്നായിട്ട് മൊരിച്ച് വേവിച്ചെടുക്കണേ. വേവിച്ചെടുക്കുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ കൊണ്ട് വേവത്തില്ല. ലാസ്റ്റിൽ നമ്മൾ ബട്ടർ കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ഒരു അര സ്പൂൺ ബട്ടർ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ മിക്സ് ഒന്ന് അടിച്ചെടുക്കണം. ആ തക്കാളിയും സവാളയുടെ എല്ലാം മിക്സ് അന്നേരം കണ്ടില്ല, ഇതുകൊണ്ട് കുഴമ്പ് പരുവത്തിന് കിട്ടുമേ. അതിനുശേഷം നമ്മൾ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു 6 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ക്യൂബായിട്ട് ഒരു 1.5 സവാളയും ക്യൂബായിട്ടും അരിഞ്ഞെടുക്കണം. ഇനി നമുക്ക് പാസ്ത തയ്യാറാക്കാൻ വലിയൊരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. 1.5 ടീസ്പൂണോളം ബട്ടർ അതിനകത്തോട്ടിട്ട് മെൽറ്റ് ആക്കുക. കണ്ടല്ലോ, ഇതുപോണക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. നെയ്യ് വേണേലും യൂസ് ചെയ്യാം, ബട്ടർ ഇല്ലെങ്കിൽ. കണ്ടല്ലോ, അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചേക്കുന്ന ആ സവാളയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. എനിക്ക് പാസ്തയിൽ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഏറെ വെളുത്തുള്ളി ഇട്ടേക്കുന്നത്. അതിനുശേഷം ക്രഷ്ഡ് ചില്ലിയാണ് ഇട്ടേക്കുന്നത്. അതൊരു 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു അര സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ആ ഗ്രേവിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ കുഴമ്പ് രൂപത്തിൽ. അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് നമ്മൾ പാസ്ത വേവിച്ചെടുത്ത വെള്ളം ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഒഴിക്കണേ. അപ്പോഴാണ് അത് ആ ക്രീം രൂപത്തിൽ നമുക്ക് ആ പാസ്തയുടെ ആ മിക്സ് കിട്ടത്തുള്ളേ. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ഹാർഡാകല്ലേ, ഒരു സോഫ്റ്റ് രൂപത്തിൽ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടല്ലോ, കറക്റ്റ് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പാസ്തയും ചേർത്ത് കൊടുത്തതിന് ശേഷമേ നമ്മൾ ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ആ സവാള അതിലേക്ക് ചേർക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പാസ്തയുടെ ആ ചൂടിൽ മാത്രം ആ സവാളയൊന്ന് വഴന്നാൽ മതി. കാരണം സവാള ഒത്തിരി വഴലല്ലേ. ഇനി ആ ക്രീം കുറവാണെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന പാലുണ്ടല്ലോ, ആ പാലയിൽ അര ഗ്ലാസോളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ക്രീമി കുറവാണെങ്കിൽ. അതിനുശേഷം അതൊന്ന് തിക്കാകുന്ന സമയത്തേക്ക് നമ്മൾ കണ്ടല്ലോ ക്രീം ചീസാണ് ഇത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് പല ബ്രാൻഡിൻ്റെ ഉണ്ട്, ഏത് ബ്രാൻഡിൻ്റെ വേണേലും ക്രീമി ചീസ് മേടിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ കണ്ടില്ല, നല്ല ക്രീമി പാസ്ത തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാസ്തയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.